എല്ലാവർക്കും നമസ്കാരം. മഡി ബൂട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനല് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ 1000 മെമ്പേഴ്സ് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത്. തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല കണ്ടന്റുകളുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ തുടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കടലാസ് ബോഗൻവില്ലയുടെ ഒരു വീഡിയോ ആണ് ഇന്ന്. ബോഗൻവില്ല ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല കളർഫുൾ ആയിട്ട് എല്ലാ വീടുകളിലും ബോഗൻവില്ല നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നഴ്സറി സ്റ്റേജിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് എങ്ങനെ പ്ലാന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി പലർക്കും ഒരു വ്യക്തമായ ഒരു ധാരണക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോട്ടിംഗ് മീഡിയ എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ പ്ലാന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു ബോഗൻവില്ലയുടെ റീപോട്ടിങ്ങും അതിൻ്റെ പോട്ടിംഗ് മീഡിയ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ ബോഗൻവില്ലയുടെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ബോഗൻവില്ലയുടെ. എല്ലാവർക്കും അറിയാം, ബോഗൻവില്ല ഇപ്പോൾ ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പണ്ടൊക്കെ നമുക്ക് ബോഗൻവില്ലയുടെ തൈകൾക്ക് 40 രൂപ 50 രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നിപ്പോൾ തൈകൾക്ക് 450, 600, 700, 800 അങ്ങനെ റേറ്റ് കയറി പോയേക്കുവാണ് ഹൈബ്രിഡ് വെറൈറ്റീസിന്. അത്രയും മനോഹരമാണ് ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ലകൾ കാണാനായിട്ടും. ഇത് തന്നെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇതിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു മഞ്ഞ കളറും വൈറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷമാണ് ഈ ഇത്രയും കളേഴ്സ് ആയിട്ട് ഇത് മിക്സ് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് നമ്മളിന്ന് റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഫ്ലവറും എല്ലാം കളർഫുൾ ആയിട്ട് കാണിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യേണ്ട സ്റ്റേജ് അല്ല, ഇപ്പൊ ഫ്ലവർ ആയിട്ട് നിൽക്കുവാണ്. ഞാനിപ്പോ ഒരുപാട് പേര് അന്വേഷിക്കുന്നതും എൻക്വയറി ചെയ്യുന്നതും നല്ലൊരു പോട്ടിംഗ് മീഡിയ എങ്ങനെ തയ്യാറാക്കാം, ബോഗൻവില്ലയുടെ സീസൺ ആയതുകൊണ്ടും ഒരുപാട് പേര് പുതിയ പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഇപ്പൊ പോട്ട് ചെയ്യേണ്ടതില്ലായിരുന്നു. ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് റീപോർട്ടിങ് ഞാൻ ചെയ്യാറ് പൊതുവെ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് ഞാനൊരു റീപോർട്ടിങ് വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഗോൾഡൻ സൺഷൈൻ്റെ പ്രത്യേകത പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു യെല്ലോയും വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും ഫ്ലവർ. പിന്നീട് അതിലേക്ക് പിങ്ക് കളർ കയറി വന്നത് നല്ല ഡാർക്ക് മജന്ത റോസ് കളറിലേക്ക് വരും. ഇത് തന്നെയാണ് ആ പ്ലാന്റും. പക്ഷെ കാഴ്ചയിൽ ഭംഗി ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ യെല്ലോയും വൈറ്റ് കളറും ആയിരിക്കും ഫ്ലവറിന് വരും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ പോട്ടിംഗ് മീഡിയ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളപ്പോൾ റീപോർട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു 12 ഇഞ്ച് 12 ഇഞ്ച് പോട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള ഒരു 12 ഇഞ്ച് പോട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ നഴ്സറി സ്റ്റേജുകളിൽ പ്ലാന്റ്സ്, അതായത് ഇപ്പോൾ നമ്മൾ നഴ്സറി ഇപ്പോൾ ഒരു പ്ലാന്റ്സ് മേടിക്കുമ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 7 ഇഞ്ചോ 6 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ ഒക്കെ ആയിരിക്കും പോട്ടുകളിൽ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെ പർപ്പസിനായിട്ട് കീപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വീട്ടിൽ കളക്ഷനായിട്ട് കീപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മേടിക്കുന്ന പോട്ട് സൈസ് എത്രയാണോ അതിനേക്കാളും 2 കൗണ്ട് കൂടുതലുള്ള പോട്ട് സൈസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ 8 ഇഞ്ച് പോട്ടാണെങ്കിൽ 12 ഇഞ്ച് പോട്ട് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോട്ട് മാറേണ്ടതായിട്ടോ അല്ലെങ്കിൽ റീപോർട്ട് ചെയ്യേണ്ടതായിട്ടോ വരില്ല. നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 വർഷത്തേക്ക് കൂടുതൽ നല്ല സുഖമായിട്ട് ആ പോട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. പെട്ടെന്ന് പോട്ട് മാറേണ്ടി വരില്ല. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 ഇഞ്ച് പോട്ടാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബോഗൻവില്ല പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ അഡീനിയം പോലത്തെ നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ്സ് നടുമ്പോൾ എപ്പോഴും ഡ്രെയിനേജ് നന്നായിട്ട് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഡ്രെയിനേജ് ഹോൾസ് എണ്ണം കൂടിയാലും കുഴപ്പമില്ല. കാരണം മഴക്കാലത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ആയി പോയിട്ടില്ലെങ്കിൽ പ്ലാന്റ്സ് ഡാമേജ് ആയി പോകും. അതിപ്പോൾ ബോഗൻവില്ല പോലത്തെ ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും അഡീനിയം പോലത്തെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും എപ്പോഴും നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉറപ്പുവരുത്തണം. അപ്പം ഞാനിവിടെ ബോഗൻവില്ലയുടെ പോട്ടിംഗ് മീഡിയ ആയിട്ട് മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഐറ്റംസ് ഇത്ര ഐറ്റംസ് ആണ്. ഇതിൽ 3 പോർഷൻ ഞാൻ മണ്ണെടുക്കുന്നുണ്ട്, ഗാർഡൻ സോയിൽ. അതേപോലെ 2 പോർഷൻ ഉമി റൈസ് ഹസ്ക്,
പിന്നെ ഒരു പോർഷൻ മണൽ, പുഴമണൽ, പിന്നെ ഒരു പോർഷൻ നമ്മുടെ ആട്ടുംകാഷ്ടം പൊടിച്ചത്, ഒരു പോർഷൻ വെർമി കമ്പോസ്റ്റ്, പിന്നെ ചെറിയ പോർഷൻസ് ഇത് പച്ചക്കക്ക പൊടിച്ചതാണ്, ഇത് നമ്മുടെ എല്ലുപൊടി, ഇത് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, ഇത് കടലപ്പിണ്ണാക്ക് പൊടിച്ചത്. ഞാൻ ഇത്രയും ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബോഗൺവില്ലയുടെ പോട്ടിംഗ് മീഡിയ തയ്യാറാക്കാറ്. അപ്പൊ നമുക്ക് മിക്സിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഗാർഡൻ സോയിൽ മിക്സ് ചെയ്യാം. വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. അത് 3 പോർഷൻ എടുത്തിട്ടുണ്ട്, വലിയ ചട്ടി ആയതുകൊണ്ട്. ഞാനിപ്പോൾ ഒരു പോട്ടിലേക്കുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഇത് ബൾക്കായിട്ട് ചെയ്യാനല്ല, ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പോട്ടിലേക്ക് 12 ഇഞ്ചിന്റെ ഒരു പോട്ടിലേക്ക് നമ്മുടെ പോട്ടിംഗ് മീഡിയം തയ്യാറാക്കാനായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഭൂമിയാണ്, റൈസ് ഹസ്ക്. റൈസ് ഹസ്ക് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിംഗ് മീഡിയം നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമുക്ക് എടുത്ത് ഹാൻഡിൽ ചെയ്യാനും പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിൽ പോലും പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ നല്ല ഡ്രെയിനേജും നല്ല എയറേഷനും ഉണ്ടാവും. പിന്നെ നമ്മൾ പുഴമണൽ ഒരു പോർഷൻ, ഇതും നല്ല ഡ്രെയിനേജിന് ഹെൽപ്പ് ചെയ്യുന്നൊരു വസ്തുവാണ് പുഴമണൽ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ആട്ടുംകാഷ്ടം പൊടിച്ചതാണ്. ഞാനിവിടെ പശുവിന്റെ ചാണകം ഒഴിവാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുംകാഷ്ടത്തിന് എപ്പോഴും നല്ലൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ലൊരു ചൂടുണ്ട്. അപ്പോൾ ബോഗൺവില്ല പൂക്കാനും അതിന്റെ പോട്ടിംഗ് മീഡിയ നല്ല ചൂടായിട്ടിരിക്കാനും ആട്ടുംകാഷ്ടം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആട്ടുംകാഷ്ടം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പോർഷനും കൂടെ എടുത്തിട്ടുണ്ട്, അത് പൊടിച്ചതാണ്. നമ്മൾ ആട്ടുംകാഷ്ടം അല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണികൾ പൊടിയാനായിട്ട് 1-2 കൊല്ലമൊക്കെ സമയമെടുക്കും. അതുവരെ മണ്ണിലത് അങ്ങനെ കിടക്കും. അപ്പൊ ഡീകമ്പോസ് ആവാൻ ഒത്തിരി കാലതാമസം എടുക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ്, അതും ഒരു പോർഷൻ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചക്കക്ക പൊടിച്ചത്. ഇത് എല്ലാവരും യൂസ് ചെയ്യാറില്ല. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് മണ്ണിന്റെ pH ഒന്ന് നോർമൽ ആയിക്കോളും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് കക്ക പോലെ അത്ര പെട്ടെന്ന് ബാലൻസ്ഡ് ആവില്ല pH, എന്നാൽ പോലും ഭാവിയിൽ അത് കിടന്ന് pH നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പൊ അത് ഞാനൊരു ചെറിയ പോർഷൻ എപ്പോഴും ഇടാറുണ്ട്. അത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പച്ചക്കക്ക നീറ്റ് കക്ക പോലെ അത്ര വേരിന് പൊള്ളലേക്കുന്ന സാധനമല്ല പച്ചക്കക്ക പൊടിച്ചത്. അപ്പൊ അത് ഞാനൊരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലുപൊടിയും നമ്മൾ ചെറുതായിട്ട് ചേർക്കുന്നുണ്ട്. ഒരു പോട്ടിലേക്ക് ഇത്രയൊക്കെ മതിയാവും. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, അതും ഒരു ചെറിയ പോർഷൻ എടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, അതും ഒരു ചെറിയ പോർഷൻ. നമുക്കപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എല്ലുപൊടി ഇപ്പൊ ചേർക്കണോ വേണ്ടോ എന്നുള്ളത്, വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇതൊക്കെ ചേർക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ അതിനൊന്നും തെറ്റു പറയുന്നില്ല. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇതാണെന്നേ ഉള്ളൂ. ഇത് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. എനിക്ക് നല്ല സക്സസ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരുന്നത്. സാധാരണ എല്ലുപൊടി കൂടുതലും എല്ലാവരും ഫ്ലവറിങ്ങിന് തൊട്ട് മുന്നെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ പ്രൂണിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. ഇതില് പച്ചക്കക്ക യൂസ് ചെയ്യണോ പൊടിച്ചത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് നടുമ്പോഴും അതേപോലെ ഇത് ബോഗൺവില്ല പോലത്തെ ഫ്ലവറിങ് പ്ലാന്റ്സ് നടുമ്പോഴെല്ലാം അതിന്റെ പോട്ടിംഗ് മീഡിയത്തിൽ പച്ചക്കക്ക പൊടിച്ചത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് എപ്പോഴും pH ബാലൻസ് ആവാൻ എപ്പോഴും നല്ലൊരു വസ്തുവാണ് പച്ചക്കക്ക പൊടിച്ചത്. നമ്മൾ നീറ്റ് കക്ക ഇടുന്നതിലും സേഫുമാണ്. ഇത് മണ്ണിൽ കടന്നു എന്ന് കരുതി ഒരു ദോഷവുമില്ല ചെടിക്ക്. പെട്ടെന്ന് ഡിസോൾവ് ആയി പോകുന്നതും അല്ല പച്ചക്കക്ക. മറ്റ് നീറ്റ് കക്ക നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
അതിന്റെ എഫക്റ്റ് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ എഫക്റ്റ് കഴിയും. ഇതാവുമ്പോൾ കാലക്രമേണ പൊടിഞ്ഞു പൊടിഞ്ഞ് മണ്ണിലേക്ക് തന്നെ ചേർന്നോളും. pH എപ്പോഴും ബാലൻസ് ആയി പൊക്കോളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പച്ചക്കൊക്കെ പൊടിച്ചതുകൊണ്ട് ചേർക്കുന്നത്. അതില്ലെങ്കിൽ ആരും യൂസ് ചെയ്തില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോഗൺവില്ല നടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ല ഡ്രെയിനേജ് ഉറപ്പുവരുത്തണം. നമ്മുടെ അഡീനിയം പോലത്തെ പ്ലാന്റ് തന്നെയാണ് ബോഗൺവില്ല. അഡീനിയത്തിന്റെ അത്രയും സെൻസിറ്റീവ് അല്ലെങ്കിലും അഡീനിയത്തിന് കോഡക്സ് ഉള്ളത് കൊണ്ട് അത് ചീഞ്ഞു പോകും ഡ്രെയിനേജ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ. പക്ഷെ ബോഗൺവില്ലയ്ക്ക് നമ്മൾ ഡ്രെയിനേജ് നന്നായിട്ട് ഉറപ്പുവരുത്തണം. കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്ത് നമ്മൾ നനയ്ക്കുന്നതാണെങ്കിലും വെള്ളം ഒത്തിരി കെട്ടി നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ ഫ്ലവറിങ്ങിന്റെ കൗണ്ട് കുറയാറുണ്ട്. പൊതുവെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലും ഫ്ലവറിങ് കുറവും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഡ്രെയിനേജ് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മുടെ പോട്ടിന്റെ ഡ്രെയിനേജ് ഒന്ന് ഓടിന്റെ പീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പോട്ടിംഗ് മീഡിയ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പോട്ടിംഗ് മീഡിയ ഈ ഒരു ലെവലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഴയ പോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കറക്റ്റ് പ്ലാന്റ് പോട്ടിന്റെ സെന്റർ നോക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പോട്ടിംഗ് മീഡിയ ബാലൻസ് ഉള്ളതും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഗൺവില്ലയുടെ റീപോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഗൺവില്ലയുടെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ടിപ്സ് മീൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര പറയുന്നത്. ബോഗൺവില്ല നമ്മൾ ഫ്ലവറിങ് എപ്പോഴും ഒരു ഒക്ടോബർ നവംബർ ഡിസംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വർഷം ഫ്ലവറിങ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്നത്. ക്ലൈമറ്റിക് കണ്ടീഷൻസ് കാരണം മഴ നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് ബോഗൺവില്ല എല്ലായിടത്തും ഫ്ലവറിങ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ഹാർഡ് പ്രൂണിങ് എന്തായാലും നമ്മൾ ബോഗൺവില്ലയിൽ ചെയ്തിരിക്കണം. കാരണം ആ ഒരു ടൈമിലൊന്നും പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവില്ല. അപ്പോൾ ഹാർഡ് പ്രൂണിങ് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഈ എല്ലുപൊടിയും അല്ലെങ്കിൽ DAP NPK ഫെർട്ടിലൈസേഴ്സ് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു മീഡിയം പ്രൂണിങ് കൂടെ, ഒരു സോഫ്റ്റ് പ്രൂണിങ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒന്നോടെ ചെടി ഒന്ന് ഫ്ലവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നല്ല ഡ്രെയിനേജ് ഉറപ്പുവരുത്തുക. അതേപോലെ ഈ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ പൂക്കൾ കുറയുമെന്ന് പറയുന്ന വേറെ ഒന്നല്ല. വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ചെടിക്ക് നല്ല സ്ട്രെസ് വരും. സ്ട്രെസ് വരുമ്പോഴാണ് ബോഗൺവില്ല നന്നായിട്ട് പൂവിടുന്നത്. അപ്പൊ അതിലെ ബേസിക് ലോജിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അല്ലാതെ വെള്ളം കൂടുമ്പോൾ ഇല കൂടും എന്ന് പറയുന്നത് പൂവിടില്ല എന്നല്ല അതിന്റെ അർത്ഥം. പൂക്കാനുള്ള ഒരു ടെൻഡൻസി ചെടിക്ക് കുറവായിരിക്കും. അപ്പൊ അതിന് നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്നതാണ് ഈ വെള്ളം ഒഴിക്കരുത്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ശരിക്കും ചെടി വാടി തുടങ്ങുമ്പോൾ മാത്രമേ ലൈറ്റായിട്ട് വെള്ളം ഒഴിക്കാവൂ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.